ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വൈറ്റ് റൈസ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 5 വെറൈറ്റീസ് ഓഫ് റൈസസ് ആണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഏത് റൈസാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് കോക്കനട്ട് റൈസാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബൗള് റൈസ് എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് കോക്കനട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തത്, 2 വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുത്തത്, 2 പച്ചമുളക് നന്നായിട്ട് ചോപ്പ് ചെയ്തത്, അതിനോടൊപ്പം തന്നെ 5 ചെറിയ ഉള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തത്, 2 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 ടീസ്പൂൺ കടുക്, അതിനോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കുക. അപ്പോൾ ഒന്ന് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് കടുക് ആദ്യം ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് പെരിഞ്ജീരകം 2 ടീസ്പൂൺ എടുത്ത് വെച്ചിരുന്നത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ പച്ചമുളകും നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ചെറിയ ഉള്ളിയും കൂടെ ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണും കറിവേപ്പില ആവശ്യത്തിനും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അത് ഏകദേശം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന തേങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ഒന്ന് നന്നായിട്ട് മൂക്കുന്നത് വരെ നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കുക. തേങ്ങ ഒന്ന് മൂത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് ആഡ് ചെയ്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ചോറും നമ്മുടെ മസാലയൊക്കെ ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കോക്കനട്ട് റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് അടുത്ത റൈസിലേക്ക് കിടക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലെമൺ റൈസാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ബൗൾ റൈസ് എടുത്തിട്ടുണ്ട്, ഒരു 3 നാരങ്ങ പിഴിഞ്ഞെടുത്ത നീര്, ഒരു ചെറിയ ഇഞ്ചി കഷ്ണം നന്നായിട്ട് ചോപ്പ് ചെയ്തത്, ഒരു 2 പച്ചമുളക് ചോപ്പ് ചെയ്തെടുത്തത്, ഒരു 1/4 കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് വെള്ള ഉഴുന്ന് എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കറിവേപ്പില, കായപ്പൊടി, ഉപ്പ്, അതിനോടൊപ്പം തന്നെ നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് നല്ലെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് ഒന്ന് പൊട്ടുമ്പോഴത്തേക്ക് നമ്മൾ കപ്പലണ്ടിയും അതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഉഴുന്നും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ മറ്റുള്ള ഇൻഗ്രീഡിയൻ്റായ പച്ചമുളകും ഇഞ്ചിയും അതുപോലെ തന്നെ നമ്മുടെ വറ്റൽമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പിലയും പിന്നെ നമ്മുടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കപ്പലണ്ടിയും ഉഴുന്നും ഒക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് കായപ്പൊടി ഒരു പിഞ്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരുന്ന ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ റൈസ് അതിലേക്ക് ആഡ് ചെയ്യാം. ഇത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് മസാലയൊക്കെ ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ റൈസിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലെമൺ റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത റൈസ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് കേർഡ് റൈസാണ്. അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബൗൾ റൈസ്,
അതേപോലെ തന്നെ ഒരു ബൗൾ കേർഡ് എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ കടുക്, 2 വറ്റൽമുളക്, ആവശ്യത്തിന് കറിവേപ്പില, ഒരു 1/4 കപ്പ് വെള്ള ഉഴുന്നെടുത്തിട്ടുണ്ട്. ചെറിയ ഇഞ്ചി നന്നായിട്ട് ചോപ്പ് ചെയ്തത്, ഒരു 3 പച്ചമുളക് ചോപ്പ് ചെയ്തെടുത്തത്, ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കാം. അപ്പോൾ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിക്കാം. അപ്പോൾ കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ഉഴുന്ന് ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമുക്ക് വറ്റൽമുളകും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന പച്ചമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് എടുത്ത് വെച്ചിരുന്ന തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ റൈസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് ആഡ് ചെയ്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് എടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ കേർഡ് റൈസും റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ കേർഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റൈസ് ഏതാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ടാമറിൻ റൈസാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബൗൾ റൈസ്, ഒരു 1/2 കപ്പ് പുളി പിഴിഞ്ഞെടുത്തത്, 5 ചെറിയ ഉള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചോപ്പ് ചെയ്തത്, അതിനോടൊപ്പം തന്നെ ഒരു 3 പച്ചമുളക് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു 1/4 കപ്പ് കപ്പലണ്ടിയും, കായപ്പൊടി, അതിനോടൊപ്പം തന്നെ ഒരു 2 വറ്റൽമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കടുക്, ആവശ്യത്തിന് നല്ലെണ്ണയും ഉപ്പും എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കടുകും ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് വറ്റൽമുളക് എടുത്ത് വെച്ചിരുന്നത് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മളെടുത്ത് വെച്ചിരുന്ന കപ്പലണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് പച്ചമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് അതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കായപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഒരു പിഞ്ച് മതിയാവും. അതിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പുളിവെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് വറ്റിച്ച് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മുടെ ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ടാമറിൻ റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ടാമറിൻ റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത റൈസിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ അടുത്തതായി ഉണ്ടാക്കാൻ പോകുന്നത് കൊറിയാണ്ടർ റൈസാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബൗൾ റൈസ്, ഒരു 1/2 ബൗൾ കൊറിയാണ്ടർ ലീഫ് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് കറിവേപ്പില,
ഒരു ചെറിയ ഇഞ്ചി നന്നായിട്ട് ചോപ്പ് ചെയ്തത്, 3 വെളുത്തുള്ളി, 2 പച്ചമുളക്, അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, വിനീഗർ, പച്ച വെളിച്ചെണ്ണ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില ഇവയെല്ലാം കൂടെ നമുക്കിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ച് നല്ല പേസ്റ്റാക്കിയത് ഇതുപോലെ എടുത്തിട്ടുണ്ട്. നമുക്കിതിനൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്കൊരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കാം. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുക് ഒന്ന് ആവശ്യത്തിന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ കറിവേപ്പില, മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ അരച്ച് വെച്ചിരുന്ന പേസ്റ്റ് കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അതിനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ വിനേഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മുടെ ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ കൊറിയാണ്ടർ റൈസും റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കൊറിയാണ്ടർ റൈസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 5 വെറൈറ്റി റൈസസ് എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 5 വെറൈറ്റീസ് ഓഫ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിഷസാണ്. അപ്പോൾ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ലഞ്ചിന് ഉണ്ടാക്കിക്കൊണ്ട് പോകാൻ പറ്റിയ ഡിഷസാണ് ഇതൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.